പ്രിയമുള്ള നാട്ടുകാരെ, മടിച്ചു നിൽക്കണ്ട, കടന്നു വരൂ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മാനരസ ഗുളികൾ വാങ്ങിച്ചു കഴിക്കൂ. 9,999 രൂപ മാത്രം. ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരാകണമെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശ മാത്രമായിരിക്കും ബാക്കി ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഈ മാനരസ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിരാശയെല്ലാം മാറി നിങ്ങൾ ആരാകാനാണോ ആഗ്രഹിച്ചത് ആ വ്യക്തിയായി തീരും. മടിച്ചു നിൽക്കണ്ട, കടന്നു വരൂ. സാമ്പിൾ വെറും സൗജന്യമായിട്ട് ഇവിടെ കൊടുക്കുന്നതാണ്. ഹലോ, നമസ്കാരം. എന്ത് ഗുളികയാണ് ചേട്ടന്റെ കയ്യിലുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും ആരാകാനെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നടക്കാതെ വന്നിട്ടുണ്ട്. പക്ഷേ എന്റെ ഈ മാനരസ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളായി തീരുന്നതാണ്. പൊന്നേട്ടാ, എനിക്ക് ആഗ്രഹം നടക്കാതെ പോയ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു സിനിമാ നടനായി മാറണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്നിട്ട് നടന്നോ? എന്നിട്ട് നടന്നില്ല. ഞാൻ പല ഡയറക്ടർമാരെ വീടുകളിൽ പോയി കൈയും കാലും പിടിച്ചിട്ട് പോലും ഒന്നും നടന്നിട്ടില്ല. പക്ഷേ സുഹൃത്തെ, എന്റെ ഈ മാനരസ ഗുളിക വാങ്ങിച്ച് നിങ്ങൾ കഴിച്ചു നോക്ക്. നിങ്ങൾക്കാകാം ഏത് സിനിമാ നടനാണോ ആഗ്രഹിച്ചത് അങ്ങനെ ആയിത്തീരും. അത് കൊള്ളാല്ലേ. പക്ഷേ ഇതിന്റെ ഒറിജിനൽ വില 9,999 രൂപ. പക്ഷേ ഈ സാമ്പിൾ സൗജന്യമാണ്. സൗജന്യമാണ്. സാമ്പിൾ ആദ്യം സാമ്പിൾ നോക്കട്ടെ. കണ്ട, ഇത് മൊത്തം സിനിമാടന്മാരുടെ സംഭവമാണ്. നിർത്തി വെച്ചിരിക്കുകയാണ്. മോഹൻലാൽ, ഇത് മോഹൻലാൽ ആവാനുള്ളത്, ഇത് ജയറാം ആകാനുള്ളത്, ഇത് മമ്മൂട്ടി ആവാനുള്ളത്. അതിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഗുളിക ഏതാണ്? അത് തരില്ല. അത് സുരാജ് വെഞ്ഞാറമൂടിന്റെ സംഭവമാണ്. എല്ലാ സംഭവം. ഈ ഗുളികയ്ക്ക് വല്ല സൈഡ് എഫക്റ്റും ഉണ്ടോ? ഒരിക്കലുമില്ല സുഹൃത്തെ. സൗണ്ട് എഫക്റ്റ് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾ ഏത് സിനിമ നടനാണോ ആഗ്രഹിച്ചത് അതുപോലെ നടക്കും. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഒരു സാമ്പിൾ ചേട്ടൻ കഴിച്ച് കാണിച്ചാ തട്ടുപ്പാടോ നോക്കണമല്ലോ. എന്റെ പൊന്നു സുഹൃത്തെ, അങ്ങനെ പലരും കാണും. പക്ഷെ ഞാൻ ആ വ്യക്തിയല്ല. ചേട്ടൻ ഒരു കാര്യം ചെയ്ത് ഒരു സാമ്പിൾ ഒന്ന് കഴിച്ച് കാണിച്ചാൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ. എന്താ സുഹൃത്തിന്റെ പേരെന്താണ്? എന്റെ പേര് ശശി. ശശിക്ക് എന്തായാലും എന്നെ വിശ്വാസമല്ല. എന്തായാലും ഞാൻ ഒരു ഗുളിക കഴിച്ച് കാണിച്ചു. ഈ ഗുളിക എടാ സുരേഷ്, നിനക്ക് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയായിരുന്നോ? പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അതേടാ, ഞാനായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതിങ്ങനെയാ? അവറ്റൊക്കെ നിന്നോട് സ്നേഹമില്ലല്ലോ. അയ്യോ, ബിന്ദു പണിക്കരുടെ അതേ ശബ്ദം ഈ ഗുളിക കഴിച്ചപ്പോ കൊള്ളാം. എന്റെ ചേച്ചിക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കണം. എനിക്ക് ബിന്ദു പണിക്കർ ഭയങ്കര ഇഷ്ടമാണ്. സാമ്പിൾ ആവുകൊണ്ടാണ് പെട്ടെന്ന് കട്ടായി പോയത്. അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ മുഴുവൻ കിടക്കും. അപ്പൊ ചേട്ടൻ എനിക്ക് ആദ്യം ഏത് ഗുളികയാണ് തരാൻ പോകുന്നത്? ആദ്യം ഞാൻ ഒടുവിൽ തരാം. ആദ്യം ഒടുവിൽ തരാമോ? ചേട്ടൻ എന്ത് പറഞ്ഞു? ആദ്യം എന്താ, അല്ലെങ്കിൽ ഒടുവിൽ ഇതാ? ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ആകാനുള്ള ഗുളിക തരാമെന്ന്. അയ്യോ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ആകാനുള്ള ഗുളിക ഉണ്ടോ? തിന്ന്. ഞാൻ ബാബാ ബ്രദേഴ്സിൻ്റെ മാനേജറാണെന്ന് വേണമെങ്കിൽ പറയാം, കാര്യസ്ഥനാണെന്ന് പറയാം, ഇനി അടിയാളാണെന്ന് പറഞ്ഞാലും യാതൊരു വിരോധവുമില്ല. കാഴ്ചയ്ക്ക് ഞാൻ പ്രേമനസീറാണെങ്കിലും ഉള്ളിൽ ഭരതഗോപിയ, പ്രണയരോഗം ലെവലേശയില്ല. പത്മിനി അല്ലേ, ഈ വടിവത്തുള്ള ശരീരം ഉണ്ടല്ലോ, ഡാൻസ് ചെയ്യാൻ പറ്റിയതാ. എന്നാ പിന്നെ എന്താ പറ്റിയ? ആ സാമ്പിള് ഇതിന്റെ ഒറിജിനൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ മുഴുവൻ നീളത്തിൽ കിടക്കും. ശരി, സാമ്പിൾ കഴിച്ച് ഇത്തിരി നിൽക്കുള്ളൂ. അപ്പൊ അടുത്ത ഇനി പ്രിയ സുഹൃത്തിന് എന്താണ് വേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ ഗുളിക അങ്ങ് തരാം. എനിക്ക് ഇതുപോലെ തന്നെ ഇഷ്ടമുള്ളൊരു നടനാണ് KTS പടം. KTS പടം തരടേ, ഇവിടെ കിടക്കാൻ എടുത്തോ. KTS പടം എന്തിനാടാ കണ്ണീര് കുടിക്കുന്നേ? കിണറ്റിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ, കോരി കുടിച്ചോ. അവർ കാലം കൈമാറുന്ന സമയത്ത് നിന്നെ ഇവിടുന്ന് കണ്ടായിരുന്നെങ്കിൽ നീ ചോര ശബ്ദിച്ച് ചത്തേടെ. അത് ശരി, അങ്ങനെയാണെങ്കിലേ ഒറിജിനൽ മേടിക്കാം. അതിന് മുമ്പ് കുറച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സാമ്പിൾ സൗജന്യമല്ലേ? അങ്ങനെയാണ്. എനിക്ക് ജയറാമിന്റെ ഗുളിക തരാമോ? ജയറാത്തിന്റെ എവിടെ കിടക്കണ്ടേ? ആഹാ, കിട്ടി. ജയറാം. അയ്യോ, ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ ഇങ്ങടാ കോളേജിലേക്കാ? എന്നും കോളേജിലേക്കല്ലേ പോണത്? ഇന്നൊരു ചേഞ്ചൊക്കെ ആയിക്കോട്ടെ. ഐസ്ക്രീം പാർലറിൽ പോകാം, സിനിമയ്ക്ക് പോകാം. ബാലകൃഷ്ണ, നമുക്ക് ആ പപ്പേട്ടൻ്റെ കടയിൽ പോയിട്ട് പുട്ടും പപ്പട്ടും കിട്ടും പിടുത്തങ്ങോട്ട് പിടിച്ചാലോ? ശേഖര, വണ്ടി വിട്. അയ്യോ, എനിക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളെ ഗുളികളൊക്കെ. ഒറിജിനൽ വാങ്ങിക്കാം. അതിന് മുമ്പ് എനിക്ക് കുറച്ച് സാമ്പിളുകൾ തരൂ. എനിക്ക് പഴയ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന മുതല കുഞ്ഞുങ്ങളുടെ അടുത്ത് കിടക്കുന്ന ഗുളികൾ വല്ലതും ഉണ്ടോ? അത് പഴയതല്ല, അകത്താണ്. ജോസ് പ്രകാശ് നേരത്തെ ചോദിക്കുന്നത് എല്ലാം എടുത്ത് വെളി വെച്ചേ. ജോസ് പ്രകാശത്തിന്റെ ഹലോ മിസ്റ്റർ പെരേര, ഞാൻ താങ്കളെ
പ്രതികരിക്കുകയായിരുന്നു. ഈ ഭസ്മം ഉള്ളിൽ ചെന്നാൽ മിസ്റ്റർ രാജൻ മോഹാത്സ്യപ്പെടും. അപ്പോൾ രാജനെ എൻ്റെ രഹസ്യ സംഗീതത്തിലേക്കും കൂടെയുള്ള മാലതിയെ എൻ്റെ രഹസ്യ ബംഗ്ലാവിലേക്കും കൊണ്ടുവരണം മിസ്റ്റർ പെരേര. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതായിരിക്കും നിൻ്റെയും അവസ്ഥ. ബൈ കാണാം. എങ്ങനെയുണ്ട്? കറക്റ്റ് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ നീ സ്വപ്നത്തിൽ വിചാരിക്കാത്ത സംഭവമാണ് ഞാൻ ഇവിടെ തരുന്നത്. ഇനി അടുത്ത് ആര് വേണം? എനിക്ക് നമ്മുടെ പ്രേംനസീറിന്റെ സംഭവം വില കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല, എന്നാലും ഞാൻ തരാം കേട്ടോ. എനിക്കാണെങ്കിൽ പ്രേമിച്ച് നടക്കാല്ല. എന്തായാലും തരാം. പക്ഷെ നീ ഇത് കഴിച്ചു കഴിഞ്ഞാൽ സാമ്പിൾ തീർന്നതിന് മുമ്പ് വരണം, കാരണം ഇത് മരത്തിന്റെ മൂട്ടിലൊക്കെ ചെന്നിട്ട് കറങ്ങും. അമ്മാവൻ അങ്ങനെ ഒരിക്കലും പറയരുത് അമ്മാവ. അമ്മണിക്കുട്ടിയും ഞാനും തമ്മിൽ 10 വർഷമായിട്ട് മറിഞ്ഞുറ്റി പ്രേമത്തിലാണ്. അമ്മണിക്കുട്ടിയെ മറക്കാൻ എനിക്ക് കഴിയില്ല അമ്മാവ. അമ്മണിക്കുട്ടി പലവട്ടം കാത്തു നിന്നു. ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ? കമോൺ ബേബി, കം ടു മീ. വരില്ല നീ. എന്നാ പൊയ്ക്കോ മണ്ടിപ്പെണ്ണേ. ഒറിജിനൽ പോലും മധുസാറിന്റെ ഗുളിയുണ്ടോ? മധുസാറിന്റെ നീ എല്ലാം പഴയതിലാണല്ലോ പിടിക്കുന്നത്. സംഭവം ഇത് ചെമ്മീൻ്റെ സംഭവമാണ്. ഇത് എടുത്തുതരാം. മധു എടുത്തോണ്ട് വാ. രാഘവ, കല്യാണിക്കുട്ടിയുടെ മകൾ ലക്ഷ്മിക്കുട്ടിയുമായി നിനക്ക് എന്താണ് ബന്ധം? ചോദിച്ച കേട്ടില്ലേ? പ്രേമമൊന്നും മണ്ണാങ്കട്ടെ എന്ന് പറഞ്ഞ അവിടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്ക് അവളെ വേണ്ടാതായി. അല്ലേടാ പട്ടി, ഒഴിക്കോ എൻ്റെ മുന്നിൽ നിന്ന് പോകാൻ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? മധുവല്ലേ? ഇതെങ്ങനെ കണ്ടുപിടിച്ചെണ്ണ ഈ ഗുളികള്? എന്റെ പൊന്ന സുഹൃത്തെ, ഇത് ഭയങ്കര സംഭവമാണ്. സംഭവങ്ങളൊക്കെ കൊള്ളാം കേട്ടോ. സുരേഷ് ഗോപിയുടെ ഗുളിയുണ്ടോ? സുരേഷ് ഗോപി ഉണ്ടല്ലോ. ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് അത് പോകുന്നില്ല, കച്ചവടം ഇല്ലാത്തതാണ്, എന്നാലും ഉണ്ട്. എന്റെ അപ്പച്ചന്റെ ചോര കൊണ്ട് കളിച്ചതാ. ഈ കൂട്ടത്തിലേത് മോനാണെങ്കിലും അവന്റെയൊക്കെ വിധി എഴുതുന്നത് ചാക്കൊച്ചി നേരിട്ടായിരിക്കും. കിട്ടണം പന്ന കടയാടി മോനെ. കറക്റ്റായില്ലേ? സൂപ്പർ അല്ലേ? ഈ ഗുളികളെ കഴിച്ചതിന്റെ ശ്വാസം മുട്ടി ചത്തുപോയേനെ. ഒരിക്കലും ഇല്ല സുഹൃത്തെ, ഇതിൽ സൈഡ് എഫക്റ്റ് ഇല്ല, സൗണ്ട് എഫക്റ്റ് മാത്രം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, മനസ്സിലായില്ലേ? അത് ഈ തമിഴൊക്കെ സംസാരിക്കാവുന്ന ഗുളിയുണ്ടോ? തമിഴിന്റെ സംഭവം ഉണ്ട്, പക്ഷെ അത് വലിയ കച്ചവടം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ എടുക്കും. എന്നാലും ഞാൻ ഒരെണ്ണം തരാം. ഇത് ഈ തമിഴ് എടുത്തു കഴിഞ്ഞാൽ സംഭവം ഫ്രീ ഉണ്ട്. എന്ത് ഫ്രീ? സ്റ്റൈൽ ഫ്രീ ആണ്. സ്റ്റൈൽ ഫ്രീ? അതെന്ത് ഗുളിയാണ്? സ്റ്റൈൽ എന്ന് പറയാൻ നമ്മളെ തമിഴിന്റെ ആള് സൂപ്പർ സ്റ്റാറിന്റെ ഫ്രീ ഉണ്ട്. സ്റ്റൈൽ രജനികാന്ത്. கணா பன்னிங்க தான் கூட்டமாக வருவேன். ஆனால் சிங்களத்தான் வருவேன். நான் வீசின கத்தி 10 செகண்டுக்குள்ளே நீங்கள் எடுத்தா சண்டை, நான் எடுத்தா சமாதானம். நீங்கள் முடிவு பண்ணுங்க. கெட்ட வச்சுக்கவா உக்கவா கவுண்டிங் ஸ்டார்ட் பாபா கவுண்டிங். என் வழி தனி வழி சீண்டாது. അയ്യോ പോയി. സംഭവം അങ്ങനെയുണ്ട്. കുഴപ്പമില്ല കേട്ടോ, കൊള്ളാം. കൊള്ളാല്ലേ? അപ്പൊ സാമ്പിൾ ഇനിയും തരുമോ? എനിക്ക് സാമ്പിൾ ഇന്നും തരില്ല. സാമ്പിൾ തരത്തില്ലേ? കാരണം ഇപ്പൊ കുറെ ആയി, മനസ്സിലായില്ലേ? എന്റെ സാമ്പിൾ തീരാറായി. അപ്പൊ നിനക്ക് ഇനി സാമ്പിൾ വേണോ? ഇനി സാമ്പിൾ ഉണ്ടെങ്കിൽ നിന്നെ സാമ്പിൾ അല്ല, നീ ഒറിജിനൽ വാങ്ങിക്കൂടെ? ഒറിജിനൽ വാങ്ങിക്കാൻ എത്ര രൂപയെന്നാ പറഞ്ഞേ? 9999. അയ്യോ എൻ്റെ അത്രയൊന്നും ഉണ്ടാവില്ല. റിഡക്ഷൻ ഉണ്ട്, 1 രൂപ റിഡക്ഷൻ ഉണ്ട്. 1000 1 രൂപ റിഡക്ഷൻ ഉണ്ട്. അത് ശരി, മനസ്സിലായില്ലേ? അപ്പൊ നീ ഒറിജിനൽ വാങ്ങിച്ചാലേ നീ ഇവിടെ സംഭവം. ഒറിജിനൽ വേണ്ട, സാമ്പിൾ മതി എനിക്ക്. ഒറിജിനൽ എനിക്ക് വേണ്ട, സാമ്പിൾ മതി. സാമ്പിൾ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല സുഹൃത്തെ, കാരണം സാമ്പിൾ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. നിനക്കിപ്പോ തെളിഞ്ഞല്ലോ സംഭവം ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമെന്ന്. തെളിഞ്ഞല്ലോ. ഇനി നിനക്ക് ഒറിജിനൽ വാങ്ങിച്ചാൽ എന്താ? കാരണം ഞാൻ ഇത് ജീവിക്കാൻ വേണ്ടിയാണ് കൊണ്ടു നടക്കണ ചെറുക്ക. നീ ഇപ്പോ എനിക്ക് പൈസ ഇല്ലാത്തോണ്ടല്ലേ ഞാൻ സാമ്പിൾ ചോദിക്കുന്നത്. പൈസ ഇല്ലാത്തവന് സാധനവും തരില്ല ഞാൻ. നിനക്ക് പൈസ ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് തരണം. അല്ല, സാമ്പിൾ ഫ്രീ എന്ന് പറഞ്ഞല്ലോ. സാമ്പിൾ കഴിഞ്ഞല്ലോ. കഴിഞ്ഞോ? 10-15 എണ്ണം തന്നില്ലേ ഞാൻ. പിന്നെ പോ
തിന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രിയമുള്ള നാട്ടുകാരെ, ആരും മടിച്ചു നിൽക്കണ്ട, കാത്തു നിൽക്കണ്ട, കടന്നു വരൂ, കടന്നു വരൂ. വെറും 9,999 രൂപ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെയൊക്കെ ആവാൻ ശ്രമിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എല്ലാം ആവാൻ ശ്രമിക്കും. ക്യാഷ് മുടക്കി സാധനം വാങ്ങൂ, നിങ്ങൾക്കും വലിയ ആൾക്കാരായി തീരാം. ഇതുപോലുള്ള നിരാശരായി നിങ്ങൾ കഴിയേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് എന്നും ഇതുപോലെ ഉയർച്ചയിലേക്ക് പോകാം എൻ്റെ ഈ സാമ്പിൾ മാനരസ ഗുളികൾ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് കടന്നു വരൂ, കടന്നു വരൂ, മടിച്ചു നിൽക്കണ്ട, കാത്തു നിൽക്കണ്ട, എല്ലാവരും ഒന്നും കൂടി കടന്നു വരൂ, കടന്നു വരൂ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എന്തിനാ ചേട്ടാ നോക്കി നിൽക്കുന്ന? വാ, കടന്ന് വാ. എൻ്റെ പൊന്നെ, ഇന്നത്തെ ബിസിനസ് സാമ്പിൾ താട്ടെ, സാമ്പിൾ. നിന്റെ അടുത്തല്ലേ പറഞ്ഞ സാമ്പിൾ തരാൻ പറ്റില്ല? അല്ല, നിങ്ങൾ പറഞ്ഞപ്പോൾ സാമ്പിൾ കൊടുക്കണ്ട. സാമ്പിൾ കൊടുക്കാം. നിനക്ക് ഞാൻ ഒരു കുറെ പ്രാവശ്യം തന്നില്ലേ? പിന്നെ നീ കയറി വന്ന സാമ്പിൾ തരാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. യവ ഒരു മെനക്കേടായില്ലേ യവന. ഇനിയിപ്പോൾ എന്തൊരു പറഞ്ഞ് ഞാൻ ഒതുക്കായി യവന എന്നേക്കുമായിട്ട് അങ്ങ് തേക്കാം. വേണമല്ലേ? ആ, സാമ്പിൾ വേണം. സാമ്പിൾ തരാം. ഇത് എന്താണ്? എടുത്തോ. ഒറിജിനലാണ്, ഒറിജിനലാണ്, ഒറിജിനൽ ഇത്. കാരണം നിന്റെ മുഖവും നിന്റെ ആ ഒരു പാവത്തൊക്കെ കണ്ടപ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നു. കാരണം നീ രക്ഷപ്പെട്ടോ പോയി. ഞാൻ ഒറിജിനൽ തന്നു, 10,000 രൂപ ഞാൻ കളഞ്ഞു. എൻ്റെ കയ്യിൽ കാശില്ല. കാശ് വേണ്ട, കാശ് വേണ്ട, വേണ്ട, നീ എടുത്തു. 9,999 നിനക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരികയാണ്. എൻ്റെ കാശില്ലേ? പക്ഷെ നീ വലുതാവുമ്പോൾ എന്നെ തിരിച്ചറിയണം. അതൊക്കെ ഇരിക്കട്ടെ. ഇത് ആരുടെ ഗുളിയാണ്? ഷാറുഖ് ഖാന്റെ ഗുളിയ? ഇത് ഷാറുഖ് ഖാന്റെ ഒന്നും അല്ല, ഇത് എല്ലാവരും ആവാൻ പറ്റും. ഇത് ആരാകാനുള്ള ഗുളിയാണെന്ന് പറയും. ഇത് ആരാകാനുള്ള ഗുളിയാണ്? ഇത് ദിലീപ്. ദിലീപാ? സൂപ്പർ. അയ്യോ, ദിലീപ് അങ്ങനെ ഇനി ഉള്ള കാലം ജീവിതകാലം മുഴുക്കതിൽ ദിലീപായിട്ട് എനിക്ക് ഞാൻ കഴിക്കട്ടെ. കഴിച്ചു. ഇതോടെ അവൻ്റെ വിന അങ്ങ് തീരുമല്ലോ. ഇവൻ ഇതരായി പോട്ട്. മോനെ സമയം എത്രയായി? മോനെ സമയം എത്രയായി? 5:55. 5:55. നോക്കണ്ട, 5:55. അയ്യേ, എന്തൊരു കഷ്ടം അത്. പിന്നെ അടുത്ത വീട്ടിലെ സാവിത്രി അടുത്തിന് അടുത്തൊന്ന് ഫോൺ കൊടുക്കുക. പ്രഭാരേട്ടനാണ്, ഒന്ന് കൊടുക്കുക. നിങ്ങൾ വിളിച്ചാൽ കട്ട് ചെയ്യണ്ട, ഞാൻ ഇവിടെ മതി. മിണ്ടല്ലേ, ഞാൻ കാത്തുക. സാവിത്രി, ഞാൻ സ്വർണം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പം ഞങ്ങളെ റോട്ടിൻ്റെ മുകളിൽ പിന്നെ മരം വീണിട്ട് റോഡ് ബ്ലോക്കാ, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഉള്ള ആളെടുത്ത് ഫോൺ വാങ്ങി വിളിക്കുകയാണ്. അല്ലാതെ മതി. കേട്ടാ, അപ്പോൾ അങ്ങോട്ടോട് ഇങ്ങോട്ട് വരാൻ പറയും. നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം സ്വർണ്ണപീടിയിലേക്ക്. ആയിക്കോട്ടെ, ഞാനിവിടെ നിൽക്കാം. അവിടെ വന്നോളൂ, അവർ വന്നോളും. അവർ വന്നോളും. അത് ചെറിയൊരു പയ്യെ ഇവിടെ കടന്ന് എന്താ ബാലൻസ് കുറവാ, അതുകൊണ്ട്. ബാലൻസ് ഒരു കാര്യം. എന്താ ഫോണ്? കേട്ടെ, ഞാൻ വേറെ ഒരാളെ ഫോണിൽ നിന്ന് വിളിച്ചതാണ് പോലെ. ആയിക്കോട്ടെ. നീ നല്ല കുട്ടിയാട്ടോ മോനെ. മോന്റെ വീട് എവിടെയാണ്? എന്റെ വീട് പാലക്കാട്. പാലക്കാടാണ്? അതെ. മോളെ കല്യാണത്തിന് സ്വർണ്ണം എടുക്കാൻ വേണ്ടി പോവാണ്. സ്വർണ്ണം എടുക്കാനാ? അതെ അല്ലേ? 4 പെൺകുട്ടികളാ. എവിടെ? എനിക്ക്. ഓ, നിങ്ങൾക്കല്ലേ? ഞാൻ ആദ്യം തന്നെ ഇളയ പെൺകുട്ടിന്റെ കല്യാണം കഴിച്ചു കൊടുത്ത്. മൂത്ത പെൺകുട്ടിയുടെ കല്യാണമല്ലേ ആദ്യം കഴിച്ചു കൊടുക്കണ്ടേ? മൂത്തൊക്കെ ഒരു കുട്ടിയുണ്ട്. കുട്ടിയോ? അപ്പൊ ഇളയമോടെ കല്യാണം കഴിച്ചെന്നുള്ള ചേട്ടൻ പറഞ്ഞേ. മൂത്തൊക്കെ ഒരു കുട്ടി ഉണ്ട്. പിന്നെ കുട്ടി ഉണ്ടായപ്പോ അതിന്റെ ഹൗസ് ഓണർ വന്ന്. ഹൗസ് ഓണറോ? ഹൗസ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിയുടെ അച്ഛൻ. കുട്ടിയുടെ അച്ഛൻ. മനസ്സിലായി. ഓക്ക് ഞാന് ചെറുതായിട്ട് നോക്കി, ഇത് കേക്കി ഇതവിടെ. ഓക്കെ, ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആരെങ്കിലും ഒന്ന് കേക്കിയടോ. ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. അസ്ഥികൂടത്തിന് ചട്ടിട്ടുണ്ട്. ബസ് വരുന്നുണ്ട് മോനെ. ബസ് വരണ്ടേ? കണ്ടൂടെ? എന്താണല്ലേ വലിയ കണ്ണാടി വെച്ച് ബസ് വരണ്ടോ ചോദിക്കുക? ഇതെന്താ ഷർട്ടിന്റെ മോൾ അസ്ഥികൂടത്തിന്റെ പരസ്യമൊക്കെ ഉള്ളത്? നിങ്ങളെ കാലന്റെ മോനാണ്. എന്താ എനക്ക് വേണം? ഷർട്ട് വേണം? എന്നാ തീർത്ത ഊരിക്കടേ. കൊറേ നേരം എന്റെ തുടങ്ങിയിട്ട് വയസ്സനാന്ന് നോക്കൂല. പോട്ടെ പ്രായമല്ലേ. പോട്ടെ മോനൊന്നുമില്ലെങ്കിൽ നിന്നെ പോലെ 4 കുട്ടികളുടെ എനിക്ക്. ചേട്ടാ പ്രശ്നമൊക്കെ അല്ലേ ചേട്ടാ? കളി വേണ്ടട്ടാ. പോട്ടെ. ആ വയസ്സ് 60-ആം വയസ്സിൽ അറിഞ്ഞു കത്തില്ലെങ്കിൽ 70-ആം വയസ്സിൽ എറിഞ്ഞു കൊള്ളാൻ ചൊല്ലുണ്ട്. എന്ത് വർത്തനാണോ ഈ
എന്തിനാണ് മോനെ എന്താ ഇങ്ങനെയൊക്കെ? പോട്ടെ പ്ലീസ് പോട്ടെ പോട്ടെ മാന്യന്മാരല്ലേ നിങ്ങളൊക്കെ അവിടെ ആൾക്കാരെ നോക്കിയിരിക്കുന്നില്ലേ സ്വർണത്തിനൊക്കെ വലിയ വിലയാണ് മോനെ. ആ ശരിയാ വലിയ വലിയ എന്റെ കല്യാണത്തിന്റെ സമയത്ത് സ്വർണത്തിന് 2000 ഉറുപ്പ്യ ആയിരുന്നു. അതെയോ ആ പിന്നെ 3-4 കൊല്ലം കഴിഞ്ഞപ്പോ 4000 ഉറുപ്പ്യായി. ആഹാ 4000 ഉറുപ്പ്യ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഈ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിനി. ഓഹോ പിന്നെ ആ സ്വർണം മാറ്റി വെച്ചപ്പോ എനിക്ക് 1000 ഉറുപ്പ്യ കിട്ടി. 1000 റുപ്യ പിന്നെ 2 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോ സ്വർണത്തിന് 6000 ഉറുപ്പ്യായി. ആഹാ അപ്പൊ ഞാൻ പിന്നെയും കൊണ്ടുവച്ചു. ഇതാ പിന്നെയും കൊണ്ടുവച്ചിട്ടാ. പിന്നെ കൊണ്ടുവച്ചപ്പോ എനിക്ക് 2000 ഉറുപ്പ്യ പിന്നെയും ഇങ്ങോട്ട് കിട്ടി. പിന്നെ കിട്ടി ആ. അപ്പൊ വാങ്ങിയതിന്റെ ഇരട്ടി ഇങ്ങോട്ട് കിട്ടിയല്ലോ. ആ സ്വർണത്തിന് ഭയങ്കര വിലയല്ലേ ഇപ്പൊ. ആ ശരിയാ മോളെ കല്യാണ മിനിറ്റ് വെച്ചാണ് കൂടുന്നത്. മിനിറ്റ് ചെയ്യാണ് മോനെ മനസ്സിലാക്കണ ആള് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാത്ത പല ജാതി കള്ളന്മാരും ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ഉണ്ടല്ലോ ഇപ്പൊ തന്നെ ഞാൻ എന്താ കുടുംബക്കാരൊക്കെ കൂട്ടി സ്വർണ്ണക്കടയിലേക്ക് പോവാ. സ്വർണ്ണം എടുക്കാനോ? വാങ്ങാൻ വേണ്ടിട്ട് പോവാ. സ്വർണം വാങ്ങാൻ വേണ്ടി പോണ സമയത്ത് അതെ, പൈസ അതിന്റെ കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. അപ്പൊ മോനെ ആ. ഞാൻ ഈ പൊറ്റങ്ങാടി സതീശൻ അറിയില്ല ഈ പൊറ്റങ്ങാടി സതീശനോ? ആ, ഞാൻ അങ്ങാടിയുള്ള അങ്ങനെ- എന്റെ ആ, മോനെ അറിയാം, അറിയാം, എന്തായാലും അറിയാം. വരണട്ടോ മോനെ. അറിയാം തീർച്ചയായിട്ടും. മറക്കരുത്. ഓ മോനെ ആ ഇപ്പൊ വരാം ആള് വന്നു കേട്ടോ. ശരി ശരി ഓക്കെ ചേട്ടാ തീർച്ചയായിട്ടും കേട്ടോ. ഓക്കെ ശരി ശരി ഓക്കെ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതേ. ഓക്കെ നല്ലതുപോലെ കേട്ടോ. ഓക്കെ ഓക്കെ ശരി. കാല് ചവിട്ടി. നല്ലൊരു പയ്യല്ല പോയത്. ഞാനേ സ്വർണം വാങ്ങാൻ വേണ്ടി നിങ്ങളോട് എന്താ അപമര്യാദയായിട്ട് പെരുമാറേണ്ട ക്ഷമിക്കണ്ട നിങ്ങള്. ഞാൻ വേറെ ഒരുപാട് പ്രശ്നമായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് എന്താ ഒരു ദുഃഖം? ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളെ മുഖത്ത് എന്തോ ഒരു ദുഃഖമുണ്ട്. എന്താണത്? എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. നിങ്ങളെ കാര്യം നോക്കി. ഞാനിത് സ്വർണം വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്റെ മോളെ ചെക്കൻ പറഞ്ഞ് അച്ചച്ച നിങ്ങൾ സ്വർണം വാങ്ങാൻ വേണ്ടി പോവുകയാണെങ്കിൽ ട്രൗസർ ഇട്ടോളാൻ വേണ്ടി പറഞ്ഞു എന്നോട്. ഇതാ കണ്ടതാ വലിയ ട്രൗസർ. ഇല്ലെങ്കിൽ പൈസ ആരെങ്കിലും പോക്കറ്റ് അടിച്ചാവൂലേ? ആ അതിനെ കൊണ്ട് ഇപ്പൊ ഈ ട്രൗസറിന്റെ പോക്കറ്റിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ആരും അടിച്ചു പോവില്ല. പൈസ ആണല്ലേ? എന്ത് പൈസ? എന്റെ ഈശ്വര, ഞാൻ എടുക്ക്. ഞാൻ നിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? തന്റെ അടുത്ത് സംസാരിച്ചിരുന്ന അവൻ കൊണ്ടുപോയിട്ടുണ്ടാവും. ആ ഞാൻ എടുത്തില്ലല്ലോ. അവൻ നിന്നെ കെട്ടിപ്പിടിച്ച് എന്തോ കാട്ടിയിട്ടില്ല. അവൻ കൊണ്ടുപോയിണ്ടാവും. എടോ ഇതിനൊക്കെ തന്നെ ഞാൻ കുറ്റം പറയുള്ളൂ. തന്നെ ഞാൻ കുറ്റം പറയുള്ളൂ. എടോ ഒരു ഉത്തരവാദിത്തം വേണ്ടോ? തന്റെ മകളുടെ കല്യാണത്തിൽ പണ്ടെടുക്കാൻ പോകുന്നല്ലേ പറഞ്ഞത്? എടോ താൻ ഈ 1 ലക്ഷം രൂപ വെച്ച് താൻ ഇവിടെ എന്തെടുക്കായിരുന്നോ? എടോ ഉത്തരവാദിത്തം വേണ്ടോ മനുഷ്യനാണെങ്കിൽ? മനസ്സിലായില്ലേ? സ്വന്തം മോളെ കല്യാണം കഴിപ്പിക്കണം. തനിക്ക് എന്നെ മനസ്സിലായോ? ഞാനാണ് വയനാട്ടിൽ വലിയ കൃഷി നടത്തുന്ന ആളാ. മനസ്സിലായോ? ഇഞ്ചി, ഏലം, കുരുമുളക് ഇതൊക്കെ ഒന്നായിട്ട് കച്ചവടം നടത്തുന്ന ആളാ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 1 കലക്ഷം 1.5 ലക്ഷത്തിന് പുറത്തുണ്ടാവും. അത് ഞാൻ ഡെയിലി കൊണ്ടുവരുന്നതാണ്. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് 5 പൈസ ഇന്ന് വരെ ആരും കെട്ടിട്ടില്ല. കാരണം എന്താ? എന്റെ ഭദ്രത, ഉത്തരവാദിത്വം ഇതുവരെ ആർക്കും കക്കാനും കഴിഞ്ഞിട്ടില്ല. ഇന്നുണ്ടോ 1.5 ലക്ഷം റുപ്യ പോക്കറ്റില് ഒരുത്തരും തൊട്ടിട്ടില്ല. മനസ്സിലായില്ലേ? അതാണ് സൂക്ഷിപ്പ്. ഇതാ കാണിച്ചിരുന്നു 1.5 ലക്ഷം പോക്കറ്റില്. അയ്യോ 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 എന്റെ പോക്കറ്റ് അയ്യോ ഇയാളെ കയ്യിൽ ട്രൗസറിനുള്ളിൽ കുടുങ്ങി പോയേ. ട്രൗസറിനുള്ളിൽ കുടുങ്ങിയാടാ. 1.5 ലക്ഷം പോക്കറ്റ് അടിച്ചാ.